ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുക വെളിപാട് പുസ്തകത്തിലെ വിവിധ സഭകൾക്ക് എഴുതിയ കത്തിൽ തിയത്തീറയിലെ സഭയുടെ കത്തും സാർദീസിലെ സഭയ്ക്ക് എഴുതിയ കത്തിനെയും കുറിച്ചാണ്. തിയത്തീറയിലെ സഭയുടെ കത്തിനെക്കുറിച്ച് അവിടെ എഴുതി വയ്ക്കുമ്പോൾ ഈ സഭ വ്യഭിചാരം ചെയ്ത സഭയെന്നാണ് അതിനെ വിശേഷിപ്പിക്കുക. വെളിപാട് പുസ്തകം 2-ാം അധ്യായം 18 മുതൽ 29 വരെയും സാർദീസിലെ സഭയുടെ കത്ത് 3-ാമത്തെ അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനങ്ങളിൽ നമുക്ക് വായിച്ച് കേൾക്കാനായിട്ട് പറ്റും. കർത്താവ് യോഹന്നാൻ ശ്ലീഹായിലൂടെ ഈ സഭയ്ക്ക് കത്തുകൾ എഴുതുമ്പോൾ ഓരോ സഭയെയും കർത്താവ് ആദ്യം പ്രശംസിക്കും. അതിനുശേഷം തിരുത്തേണ്ട ചില മേഖലകളെക്കുറിച്ച് പറഞ്ഞ് എന്താണ് അവരുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ തുടർന്നാൽ സംഭവിക്കുന്നതിനെക്കുറിച്ചാണ് പഠിപ്പിച്ചു വെക്കുക. ഇപ്പോൾ തിയത്തീറയിലെ സഭയെ കർത്താവ് കുറ്റപ്പെടുത്തുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. തിയത്തീറയിലെ സഭയുടെ ദൂതന് എഴുതുക, അവിടെ കർത്താവ് തന്നെ വിശേഷിപ്പിക്കുകയാണ്. അഗ്നിനാളം പോലെ മിഴികളും പിച്ചള പോലെ പാദങ്ങളുമുള്ള ദൈവസുതൻ അരുളി ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികളും സ്നേഹവും വിശ്വാസവും ശുശ്രൂഷയും ദീർഘമായ സഹനവും ഞാൻ അറിയുന്നു. നിന്റെ അവസാന പ്രവർത്തനങ്ങൾ ആദ്യത്തേതിനേക്കാൾ മെച്ചപ്പെട്ടവയാണ്. 18-19 വചനങ്ങളിൽ കർത്താവ് തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ ചെയ്യുന്ന നന്മ പ്രവൃത്തികൾ, സഹനങ്ങൾ ഒക്കെ എനിക്കറിയാം. കർത്താവിനെ അഗ്നിജ്വാലയ്ക്ക് ഒത്ത കണ്ണുള്ളവനെന്ന, വെള്ളോടിന് സദൃശമായ കാലുള്ള ദൈവപുത്രൻ എന്നാണ് വിളിക്കപ്പെടുക. അതായത് തമ്പുരാന് കണ്ണുകൾ, എല്ലാ രഹസ്യങ്ങളും അറിയാൻ പറ്റുന്നവനാണ്. അവിടുന്ന് കഷ്ടതയുടെ ചൂളയിലും എൻ്റെ ഒപ്പം നടക്കാൻ പറ്റുന്നവനാണ് എൻ്റെ തമ്പുരാൻ. അങ്ങനെയാണ് അവിടെ ദൈവത്തെക്കുറിച്ച്, ഈശോയെക്കുറിച്ച് അവിടെ വിശേഷിപ്പിച്ച് വെച്ചിരിക്കുക. എന്നിട്ട് ഈശോ അവരോട് പറയുകയാണ്, നിങ്ങളുടെ സ്നേഹം, വിശ്വാസം, സഹിഷ്ണുത, ശുശ്രൂഷ എല്ലാം എനിക്കറിയാം. അവസാന പ്രവൃത്തികൾ അച്ഛനേക്കാൾ മെച്ചമാണ് എന്ന് പറയുമ്പോൾ അനുദിനം സ്നേഹത്തിലും വിശ്വസ്തയിലും ശുശ്രൂഷയിലും എല്ലാം നിങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട്. അതിനെ എല്ലാം തമ്പുരാൻ ശ്ലാഘിച്ചിട്ട് കർത്താവ് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ് അവരെ കുറ്റപ്പെടുത്തുക. ജസബൽ സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ വിഗ്രഹാരാധനയും വ്യഭിചാരവും. ഈ സഭയെ കൂടുതൽ വിശുദ്ധിയിലേക്ക് വളർത്താൻ പറ്റാത്ത വിധത്തിൽ ചില വ്യഭിചാരത്തിൻ്റെ ആസക്തികളും വിഗ്രഹാരാധനയുടെ പാപവഴികളും ഈ സഭയിൽ നടമാടുന്നതായി കർത്താവ് വെളിപ്പെടുത്തുകയാണ്. 20-ാമത്തെ വചനത്തിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം, എങ്കിലും നിനക്കെതിരായി എനിക്കൊന്ന് പറയാനുണ്ട്. പ്രവാചകയെന്ന് അവകാശപ്പെടുകയും വ്യഭിചാരം ചെയ്യാനും വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചവ ഭക്ഷിക്കാനും എൻ്റെ ദാസരെ പഠിപ്പിക്കുകയും വശീകരിക്കുകയും ചെയ്യുന്ന ജസബൽ എന്ന സ്ത്രീയോട് സഹിഷ്ണുത നീ കാണിക്കുന്നു. ഇവിടെ ശരിക്കും അതൊരു സ്ത്രീയാണ് എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റത്തില്ല, മറിച്ച് ഇതൊരു സ്പിരിറ്റാണ്. ജസബൽ സ്പിരിറ്റ്, വ്യഭിചാരത്തിൻ്റെ ആസക്തിയുള്ള ഒരു സ്പിരിറ്റ് ആ സഭയിൽ നിൽക്കുകയാണ്. അതുപോലെ വിഗ്രഹ ആരാധന, ബാൽദേവന്മാരെ പൂജിച്ച ജസബൽ രാജ്ഞിയുടെ ആ സ്പിരിറ്റ് ഈ സഭയിൽ ഇന്ന് നിലനിൽക്കുകയാണ്. അതിനെ കുറേ പേര് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അത് സഭയ്ക്ക് നാശം വരുത്തുമെന്നാണ് കർത്താവ് പറയുക. 21-ാമത്തെ വചനത്തിൽ പറയും, അനുദപിക്കാൻ ഞാൻ നിങ്ങൾക്ക് അവസരം നൽകി, എന്നാൽ അവൾ തൻ്റെ വ്യഭിചാരത്തെക്കുറിച്ച് അനുദപിക്കാൻ കൂട്ടാക്കിയില്ല. ഈ ജസബൽ സ്പിരിറ്റിൽ മറ്റൊരു കാര്യം കൂടി വരുന്നുണ്ട്. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയും. അതായത് ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞ് ചില പ്രവാചക കാര്യങ്ങൾ, ദൈവം പറയാത്ത കാര്യങ്ങൾ സ്വന്തം ബുദ്ധിയിൽ നിന്നെടുത്ത് സംസാരിക്കുന്ന ചില വ്യക്തികൾ അന്ന് ആ സഭയിലുണ്ട്. അതുകൊണ്ടാണ് പ്രവാചക എന്ന് അവകാശപ്പെടുകയും എന്ന് വചനം ചേർത്ത് വെച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ സഭയുടെ കത്തിനെക്കുറിച്ച് നമ്മൾ വായിച്ച് ചിന്തിച്ചു പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുക, ഇപ്പോൾ എൻ്റെ തമ്പുരാനോട് ഞാൻ എത്ര അടുത്ത് നിൽക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ പ്രവർത്തികളെക്കുറിച്ച് എപ്പോഴും കർത്താവ് ശ്രദ്ധയുള്ളവനാണ്. അതുകൊണ്ടാണ് അഗ്നിജ്വാലകൾ പോലും മിഴികളുള്ളവൻ, എല്ലാ രഹസ്യങ്ങളും കാണുന്ന കർത്താവാണ്. കഷ്ടതയിൽ കൂടെ നടക്കുന്നവനാ. എൻ്റെ സങ്കടങ്ങൾ ഞാൻ പിടിച്ചു നിൽക്കുന്നുണ്ടോ എന്ന് അവൻ നോക്കുന്നുണ്ട്. ഞാൻ അവൻ്റെ ഒപ്പമാണ് ശരിക്കും, ഇതെല്ലാം കർത്താവ് നോക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ന വ്യക്തിയാണോ ഞാൻ പൂജിക്കുന്നത്? വിഗ്രഹാരാധനയുടെ ഒരവസ്ഥ, അല്ലെങ്കിൽ ദൈവത്തെക്കാൾ ഏറെ മറ്റു പലതിനും ഞാൻ സ്ഥാനം കൊടുക്കുന്ന 1-ാം പ്രമാണത്തിൻ്റെ ലംഘന അവസ്ഥ എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ വചനം വായിക്കുമ്പോൾ.
അതുപോലെ ശരീരത്തിൻ്റെ പാപ ആസക്തികൾക്ക് വശം വിട്ടു പോകുന്ന ഒരവസ്ഥ, കുടുംബ ബന്ധങ്ങൾ തകർക്കുന്ന വിധത്തിൽ ദാമ്പത്യ വിശ്വസ്തയില്ലാത്ത ഒരവസ്ഥകൾ ചില വ്യക്തിയുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഈ ഒരു മേഖലകളെക്കുറിച്ച് അനുദപിക്കാൻ ഈശോ പറയുക. ഇങ്ങനെ അനുദപിക്കാത്ത ഒരവസ്ഥയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലുള്ളതെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് 22-ാമത്തെ വചനത്തിൽ കർത്താവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാ ഞാൻ അവളെ രോഗശയ്യയിൽ തള്ളിയിടും. അവളുമായുള്ള വീഴ്ചയെപ്പറ്റി അനുദപിക്കുന്നില്ലെങ്കിൽ അവളോടുകൂടെ വ്യഭിചാരം ചെയ്യുന്നവരെയും വലിയ ഞെരുക്കത്തിലേക്ക് ഞാൻ എറിയും. ശരീരത്തിൻ്റെ ജഡികാസക്തിയുടെ വ്യഭിചാരത്തിൻ്റെ പാപാവസ്ഥയിൽ പോകുന്ന കുടുംബങ്ങൾ തകർന്ന് തരിപ്പണമായി പോകുന്ന കാണാനായിട്ട് പറ്റും. കഴിഞ്ഞിടയിൽ ഒരു കുടുംബത്തെ പരിചയപ്പെടുമ്പോൾ ആ കുടുംബത്തിൽ ഒരു മകനും മോളുമേ ഉള്ളൂ. പക്ഷെ അമ്മയും അപ്പനുമൊക്കെ പാപവഴികളിലൂടെ കടന്നുപോയി പ്രാർത്ഥിക്കാൻ സമയമില്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ മുന്നോട്ട് പോയി. പെൺകുട്ടി വിവാഹം കഴിച്ച് അയച്ചിട്ടും അവൾ ആ പുരുഷൻ്റെ കൂടെ താമസിക്കുന്നില്ല. ഉടൻ തിരിച്ചു കൊണ്ടുവന്ന് വേറെ സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ വീണ്ടും അടുത്ത ഒരു വ്യക്തികളിലേക്ക് വീണ്ടും പ്രണയമായി. അങ്ങനെ 4 പേരിലൂടെ ഇങ്ങനെ പല ജീവിതം കടന്നുപോയി. 21 വയസ്സുള്ള പെൺകുട്ടി. അപ്പനും അമ്മയും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. പക്ഷേ കുടുംബത്തിൻ്റെ തായ് വേരുകളിലും പാപത്തിൻ്റെ അവസ്ഥകളാണ്. അനുദപിച്ച് പൂർത്തിയാക്കിയിട്ടില്ല. കർത്താവ് നമ്മളോട് ഇന്ന് ഈ വചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ വലിയ ഞെരുക്കത്തിലേക്ക്, ഇപ്പോൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഞെരുക്കത്തിൻ്റെ അവസ്ഥയിലേക്ക് വരാൻ ഒരു പരിധിവരെ കുടുംബത്തിലുള്ള വ്യഭിചാരത്തിൻ്റെ ആസക്തികൾ വിട്ടുപോകാത്ത പാപത്തിൻ്റെ ചില മേഖലകളുണ്ട്. ഇന്ന് ഈശോയുടെ മുമ്പിൽ അനുദപിക്കാൻ ഈശോ നമ്മോട് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും വിശ്വസ്തയില്ലായ്മയിലുമൊക്കെ കർത്താവിൻ്റെ പക്കൽ ഒന്ന് അനുദപിക്കാൻ ഈശോ ഈ വചനം വായിക്കുമ്പോൾ നമ്മോട് പറയുകയാണ്. അങ്ങനെ വന്നില്ലെങ്കിൽ വലിയ ഞെരുക്കത്തിലേക്ക്, പാപത്തിലേക്ക് നമ്മൾ വീണുപോകും. ഹെബ്രായരുടെ പുസ്തകം 10-ാമത്തെ അധ്യായം 31-ാമത്തെ വചനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്: ജീവിക്കുന്ന ദൈവത്തിൻ്റെ കയ്യിൽ ചെന്ന് വീഴുക എന്ന് പറയുന്നത് വളരെ ഭയാനകമാണ്. അല്പം കാർക്കശത്തോടെയാണ് ഈശോ ഈ വചനം ഇവിടെ നമ്മളോട് വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഈ കത്തിൽ പറയുമ്പോൾ പറയുക. ജീവിക്കുന്ന ദൈവത്തിൻ്റെ കൈകളിൽ ചെന്ന് വീഴുക ഭയാനകമാണ്. ധനവാന്റെ കാര്യത്തിൽ സംഭവിച്ചത് തിരിച്ചൊരു കയറ്റമില്ലാത്ത വിധത്തിൽ ചെന്ന് വീണതുപോലെ ഒരു പക്ഷേ ഈ പാവാവസ്ഥകൾ തുടർന്നാൽ തിരിച്ചു കയറാൻ പറ്റാത്ത വിധത്തിൽ നമ്മൾ ചെന്ന് വീണു പോകുമെന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും 23-ാമത്തെ വചനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്: ഹൃദയങ്ങളും മനസ്സുകളും പരിശോധിക്കുന്നവനാണ് ഞാനെന്ന് സകല സഭകളും അപ്പോൾ ഗ്രഹിക്കും. കുഴപ്പമൊന്നുമില്ല, എല്ലാം നല്ലത് എന്ന് വിചാരിച്ച്, പോളിഷായിട്ട് ആരും ഒന്നും അറിയുന്നില്ലെന്ന് വിചാരിച്ച് രഹസ്യ പാപങ്ങൾ മൂടിവെച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവരോട് ഈശോ പറയുക: ഹൃദയങ്ങളും മനസ്സും പരിശോധിക്കുന്നവനാണ് ഞാനെന്ന് സകല സഭകളും അറിയും. ചില സമയത്ത് ഈശോ പരസ്യമായി നമ്മൾ ചിലപ്പോൾ ചില നാണക്കേടിന് വിട്ടുകൊടുക്കും. അത് നമ്മൾ അനുദപിക്കാനാണ്. ദൈവത്തിൻ്റെ കരങ്ങളിൽ ചെന്ന് വീഴുന്നതിന് മുമ്പ് തന്നെ അനുദപിച്ച് തിരിച്ചു വരണം. ലോകജീവിതത്തിൽ പ്രലോഭനങ്ങളുണ്ടാകും, ശരീരത്തിൻ്റെ വേദനകൾ, ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥതകളുണ്ടാകും. കർത്താവ് നമ്മുടെ വചനം പറയുക. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം ലേഖനം 10-ാം അധ്യായം 13-ാമത്തെ വചനം. വചനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്: മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്ക് അതീതം പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയുമില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ചിന്തകളുടെയും ഒക്കെ മേഖലകൾ ഭാവനകൾ കടന്നു വരുന്ന ജഡികാസക്തിയുടെ ശരീരത്തിൻ്റെ മേഖലയുടെ പാപത്തെ അതിജീവിക്കാനുള്ള കൃപ കർത്താവിനോട് ചോദിച്ചു മേടിക്കണം. തെറ്റുപറ്റുമ്പോൾ കുമ്പസാരക്കൂട്ടിലേക്ക് ഓടണം. അതാണ് അനുതാപം എന്ന് കർത്താവ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഹൃദയങ്ങൾ പരിശോധിക്കുന്ന തമ്പുരാൻ്റെ കൈകളിൽ നമ്മൾ ചെന്ന് വീണ് കഴിയുമ്പോൾ തിരിച്ചു കയറാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റാത്ത കുഴിയിലേക്ക് ചെന്ന് വീണ് കഴിയുമ്പോൾ, ഞാനും ദൈവം തമ്മിലുള്ള ഗർത്തങ്ങൾ വലുതായി പോയി കഴിയുമ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വചനം പറയുക. 24-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്: സാത്താൻ്റെ രഹസ്യങ്ങൾ വിളിക്കപ്പെടുന്ന ഈ പ്രബോധനം അറിയാത്തവരും സ്വീകരിക്കാത്തവരുമായി തീയതീരായി ബാക്കിയുള്ള നിങ്ങളോട് ഞാൻ പറയുന്നു. കാരണം ഈ ജഡികാസക്തിയും വിഗ്രഹാരാധനയും ഇത് രണ്ടും സാത്താൻ്റെ വലിയ രഹസ്യങ്ങളാണ്. ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ ഇന്ന് സാത്താൻ ഏറ്റവും അധികം തയ്യാറെടുത്തിരിക്കുന്ന ഈ 2 മേഖലകൾ. 1-ാം പ്രമാണ ലംഘനം, എൻ്റെ മനസ്സ് ദൈവത്തിനേക്കാൾ കൂടുതൽ മറ്റു പലതിനോടുമുള്ള ചേർച്ച. 2, എൻ്റെ ശരീരത്തിൽ ഞാൻ ചെയ്തു കൂട്ടുന്ന കുറേ അധികം പാപങ്ങൾ. ഈ 2 പാപങ്ങൾ ഇന്ന് നമ്മൾ ലോകത്തിലേക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും. സാത്താൻ ഏറ്റവും അധികം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന 2 പാപത്തിലാണ്. ഒരു വ്യക്തിയെ കൊലപാതകത്തിനപ്പുറത്തേക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും. ശരീരത്തിൻ്റെ പാപത്തിൻ്റെ മേൽ വീണുപോയി കുടുംബജീവിതങ്ങൾ തകർക്കുന്ന, ഡൈവോഴ്സിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന അനേകം കുടുംബങ്ങൾ നമുക്കിന്ന് കാണാനായിട്ട് പറ്റും. 2ാം വിവാഹം കഴിച്ചിട്ടും ഭർത്താവ് മറ്റു വഴിക്ക് പോകുമ്പോൾ ഡൈവോഴ്സ് എന്ന് പറഞ്ഞ് ചിലർ കരയുന്ന അവസ്ഥകൾ, ഭാര്യ വേറൊരു അവസ്ഥയിൽ പോകുന്ന അവസ്ഥകൾ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു പാപം നമ്മുടെ കുടുംബത്തിൽ, ശരീരത്തിൽ, മനസ്സിലൊക്കെ വരുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ ഈശോ പറയുമോ അനുദപിക്കാൻ ഈ വചനം വായിക്കുമ്പോൾ.
വീണ്ടും 25-ാമത്തെ വചനത്തിൽ കർത്താവ് ഒരു കാര്യം നമ്മളോട് പറയുന്നുണ്ട്. നിങ്ങൾ ഈ സഭയിൽ എല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്, കർത്താവിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. വചനം പറയുക, എന്നാൽ നിങ്ങൾക്ക് ലഭിച്ചതിനെക്കുറിച്ച് നിങ്ങൾ ഞാൻ വരുവോളം മുറുകെ പിടിച്ചുകൊണ്ടിരിക്കണം. കർത്താവിൻ്റെ വലിയ സന്ദേശങ്ങൾ, അവിടുത്തെ പ്രബോധനങ്ങൾ, ദൈവിക മാർഗങ്ങൾ ഞാൻ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കണം. വിശുദ്ധിയോടെ ജീവിക്കാൻ എനിക്ക് സഭ പഠിപ്പിച്ചു തന്നിരിക്കുന്ന ദൈവിക പ്രബോധനങ്ങളുണ്ട്, സഭ ചേർത്ത് വെച്ചിരിക്കുന്ന പ്രാർത്ഥനകളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്. അവയെ മുറുകെ പിടിച്ച് സാത്താൻ്റെ രഹസ്യങ്ങൾക്ക് കീഴടങ്ങാതെ മുറുകെ പിടിച്ചു നിൽക്കണം. കർത്താവിൻ്റെ 2ാമത്തെ ആഗമനത്തിന് മുമ്പ് ഞാൻ വരുവോളം നിങ്ങൾ അവയെ മുറുകെ പിടിക്കണം. അങ്ങനെ മുറുകെ പിടിച്ചാൽ ദൈവം നിനക്ക് എന്ത് തരുമെന്നാണ് 26-ാമത്തെ വചനത്തിൽ പറയുക. വിജയം വരിക്കുന്നവനും അവസാനം വരെ എൻ്റെ പ്രവർത്തികൾ ചെയ്യുന്നവനും ജനപദങ്ങളുടെ മേൽ ഞാൻ അധികാരം കൊടുക്കും. സ്വർഗത്തിൽ നിനക്കൊരു സ്ഥാനം തരും. സ്വർഗരാജ്യത്തിലെ വലിയവനാക്കി ദൈവം നിന്നെ മാറ്റും. എന്തെന്ന് ചോദിച്ചാൽ, ഈ പ്രലോഭനങ്ങളുടെ നടുവിൽ, സാത്താൻ നടമാടുന്ന ഈ പാപത്തിൻ്റെ നടുവിൽ കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് നിന്നാൽ നിശ്ചയമായും സ്വർഗത്തിൽ നിനക്കൊരു അധികാരമുണ്ടാകും. അല്ലെങ്കിൽ സാത്താൻ്റെ അധികാരത്തിൽ നീ കീഴടങ്ങി കൊടുത്താൽ തിരിച്ചു വരാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ദൈവം നിന്നെ തള്ളിയിടുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുക. തീത്തീറായിലെ സഭയിൽ പറയും 3 കാര്യങ്ങളാണ് പറയും. ഭയാനകമാണ്, ഭീതി വരുന്ന, വലിയ ഭീതിപ്പെടുത്തുന്ന അവസ്ഥയിൽ പറയും. രോഗക്കിടക്ക് തള്ളിയിടും, നിനക്ക് മരണങ്ങളുണ്ടാകും. അതുകൊണ്ട് നീ ഇതെല്ലാം മാറ്റിവെച്ചിട്ട് നിന്റെ ദൈവിക വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ സഭയോട് ചേർന്ന് വചനത്തെയും യേശുവിനെയും മുറുകെ പിടിക്കണമെന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 2ാമത്തെ സഭയ്ക്ക് എഴുതിയ കത്ത് പറയുക, വെളിപാട് പുസ്തകം 3-ാമത്തെ അധ്യായത്തിലെ സാർദീസിലെ സഭയാണ്. സാർദീസിലെ സഭയെക്കുറിച്ച് കർത്താവ് വിശേഷിപ്പിക്കുന്നൊരു പേരുണ്ട്, അത് ചത്ത സഭയാണ്. വചനം അങ്ങനെ പറയും, 3-ാമത്തെ അധ്യായം 1 മുതൽ വചനങ്ങളിൽ, സാർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിൻ്റെ സപ്താത്മാക്കളും സപ്തതാരങ്ങളുള്ളവനും പറയുന്നു, നിന്റെ ചെയ്തികൾ ഞാൻ അറിയുന്നു. ആദ്യം പറഞ്ഞതുപോലെ അഗ്നിജ്വാലകളുള്ള കണ്ണുകളുള്ള കർത്താവ് ഞാൻ എന്ത് ചെയ്താലും അത് വ്യക്തമായി അറിയും. സങ്കീർത്തന പുസ്തകം 139-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ ഹെഡിങ് തന്നെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക, എല്ലാം അറിയുന്ന ദൈവം. നമ്മളത് വായിക്കുമ്പോൾ ഭയത്തോടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, എല്ലാം കാണുന്ന ദൈവം. വചനം ഇങ്ങനെ പറയുക, കർത്താവേ, അവിടുന്ന് എന്നെ പരിശോധിച്ച് അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എത്ര ശ്രദ്ധയോടെയാണ് ദൈവം എന്നെ കാക്കുന്നതെന്ന എൻ്റെ വിചാരങ്ങൾ അവിടെ നിന്ന് അകലിൽ നിന്ന് മനസ്സിലാക്കുന്നു. എൻ്റെ നടപ്പ്, എൻ്റെ കിടപ്പ് വ്യക്തമായി പറയും. ഓരോ ശ്വാസം പോലും അവിടെ നിന്ന് അറിയുന്നു. എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം. അടുത്ത വചനം, ഒരു വാക്കെൻ്റെ നാവിൽ എത്തും മുമ്പേ കർത്താവെ അത് അവിടുന്ന് അറിയുന്നു. പ്രിയപ്പെട്ടവരെ, നടപ്പ്, കിടപ്പ്, എടുപ്പ്, ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, ഒരു വാക്ക് ഞാൻ പറയാൻ തുടങ്ങും മുമ്പ് അതുപോലും കാണുന്ന ഒരു ദൈവം. വചനം പറയുന്നുണ്ട്, തൻ്റെ മക്കളെ നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ കണ്ണ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ ഉടനീളം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെക്കുറിച്ച് വ്യക്തമായി അറിയുന്ന, എന്നെ മനസ്സിലാക്കുന്ന, എൻ്റെ പേര് ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ തമ്പുരാൻ എന്നോട് പറയുക, നിന്നെ എനിക്ക് നന്നായി അറിയാം. ജീവിച്ചിരിക്കുന്നുവെന്നാണ് നിന്നെക്കുറിച്ച് എല്ലാവരും പറയുന്നത്, പക്ഷേ നീ മൃതനാണ്, ഉണരുക, നിന്നിൽ ആസന്ന മരണമായി അവശേഷിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുക. ഈ സാർദീസിലെ സഭയെ ഈശോ ഒരു കാലത്തിലും പ്രശംസിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല. ഈ വചനത്തിൽ ആദ്യമേ തന്നെ കർത്താവ് പറയുക, നിൻ്റെ പ്രവൃത്തികളെല്ലാം എനിക്കറിയാം. നീ മറ്റുള്ളവരുടെ മുമ്പ് നല്ല പോളിഷ് ചെയ്ത് നല്ല മിടുക്കനായിട്ടിരിക്കുക, പക്ഷേ നീ മൃതന, നീ ചത്തിരിക്കുക. നിന്നെ എനിക്ക് നന്നായിട്ടറിയാം. നീ ഉത്തേജിക്കണം, നീ എഴുന്നേൽക്കണം, നീ കിടന്നാൽ പോരാ. എന്തെന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിൻ്റെ പ്രവൃത്തികൾ പൂർണ്ണമായി നിർവഹിക്കപ്പെട്ടതായി കണ്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വചനം വെളിപാട് 3:2 നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം എന്നെ കണ്ടു എന്ന് പറയുമ്പോൾ ഞാൻ അത്യാവശ്യം കുമ്പസാരവും അത്യാവശ്യ കുർബാനയും അത്യാവശ്യ പ്രാർത്ഥനയുമായി ജീവിക്കുന്ന ചില വ്യക്തികളുണ്ടാകും. എല്ലാം അത്യാവശ്യത്തിന്, ഒന്നും അധികമായാൽ ശരിയാവില്ല. കർത്താവ് ഒരു കാര്യം പറയുക, എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിൻ്റെ പ്രവൃത്തികൾ പൂർണ്ണമായി നിർവഹിക്കപ്പെട്ടതായി ഞാൻ കാണുന്നില്ല. കർത്താവ് ഒറ്റ കാര്യം ആഗ്രഹിക്കുന്നുണ്ട്, അവനൊന്നും 50% വേണ്ട, അവനൊന്നും 20% വേണ്ട. 100% എൻ്റെ പ്രവൃത്തികൾ എൻ്റെ ദൈവസന്നിധിയിൽ നിർവഹിക്കപ്പെടണം. കോംപ്രമൈസിന് തയ്യാറാകാത്തൊരു തമ്പുരാനെയാണ് നാം ഇവിടെ കാണുക. അന്ത്യവിധി നാളിൽ വാനമേഘത്തിൽ ഈശോ എഴുന്നള്ളി വരുമ്പോൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന എൻ്റെ കൊച്ചു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായി നിർവഹിക്കപ്പെടാത്ത വ്യക്തിയായി ഞാൻ ജീവിക്കുന്നെങ്കിൽ ഞാൻ ഈ സഭയെ പോലെ ചത്ത സഭയാണ്. പോളിഷ് ചെയ്ത് പുറമെ എല്ലാവരുടെ മുമ്പിൽ നല്ലതായി മാറുമ്പോഴും ഞാൻ ചത്ത സഭയാണെന്ന് ഈശോ പറയുക. ഒരിക്കലും ഒരു പള്ളിയിൽ പോകുമ്പോൾ ആ പള്ളി കുർബാന കഴിഞ്ഞ് കഴിയുമ്പോൾ ഭക്ഷണം കൊടുക്കും.
ഭക്ഷണം കൊടുക്കുന്നത് കൊണ്ട് ആ പള്ളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളൊക്കെ കുർബാന തീർന്ന് കുർബാന സ്വീകരണമാകുമ്പോഴേക്കും കാർ ഓടിച്ച് കയറി വരും. കാരണം കുർബാന കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു മീറ്റിങ്ങും ഉണ്ട്, ഭക്ഷണവുമുണ്ട്. ആൾക്കാർ നോക്കുമ്പോൾ ഇവർ പള്ളിയിൽ വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ചത്ത സഭ. മനുഷ്യരുടെ മുമ്പിൽ നല്ല പേര് നിനക്കുണ്ട്, സൽപ്പേര്, പക്ഷെ ഉള്ളു മുഴുവൻ കുഴിമാടം പോലെ ചീഞ്ഞു കിടക്കുകയാ. ഇവിടെ നിന്റെ പ്രവൃത്തികളൊന്നും പൂർണ്ണമായി നിർവഹിക്കപ്പെട്ടിട്ടില്ല എന്ന് ഈശോ പറയുകയാണ്. അതുകൊണ്ട് 3-ാമത്തെ വചനം, അതുകൊണ്ട് നീ സ്വീകരിച്ചതും കേട്ടതും എന്തെന്ന് അനുസ്മരിച്ച് അത് കാത്തു സൂക്ഷിക്കുകയും അനുതപിക്കുകയും ചെയ്യുക. കർത്താവ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ പരമ്പരാഗതമായി സഭയുടെ പാരമ്പര്യങ്ങളിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ആ പാരമ്പര്യങ്ങൾ നമുക്ക് പകർന്നു തന്ന കാര്യങ്ങളൊന്നും തള്ളിക്കളയാനുള്ളതല്ല. അത് നമ്മളെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്ന മാതാപിതാക്കൾ കൈമാറി തന്നിരിക്കുന്ന വിശ്വാസം അത് മുതൽ നഷ്ടപ്പെട്ടു പോകാതെ പകർന്നു കൊടുക്കാൻ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇതെല്ലാം ചെതറിച്ച് കളയുന്നൊരവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുക. അടുത്ത വചനം പറയുക, നീ ഉണരുന്നില്ലെങ്കിൽ, ഇത്രയൊക്കെ ആയിട്ടും നിന്നെക്കുറിച്ച് നീ അനുതപിക്കുന്നില്ലെങ്കിൽ ഏത് സമയത്താണ് ഞാൻ നിന്നെ പിടികൂടുന്നതെന്ന് നീ അറിയുകയില്ല. ഏത് സമയത്താണ് അവിടുന്ന് കള്ളനെ പോലെ വരും, ഏത് സമയത്ത് നിന്നെ പിടികൂടുമെന്ന് നീ അറിയുന്നില്ല. ഓർക്കൊന്ന് പ്രിയപ്പെട്ടവരെ, ഒരു ചേട്ടൻ പറയുക, ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു, 48 വയസ്സ് വരെ പനി പോലും ഉണ്ടായിട്ടില്ല. ഇത് 49-ാമത്തെ ബർത്ത്ഡേ ആഘോഷവും കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇപ്പോൾ 4 മാസമായിട്ട് ICUയിലാണ് കിടക്കുന്നത്. കാരണം എന്തെന്ന് ആർക്കും അറിയില്ല. എല്ലാവരും നല്ല മനുഷ്യരാണ്. പരിശോധന ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ചീഞ്ഞളിഞ്ഞു കിടക്കുന്ന ചില കുഴിമാടങ്ങളുടെ അവസ്ഥയാണ് തൻ്റെ ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങൾ. മക്കൾക്കും ഭാര്യയ്ക്കും ഒക്കെ നല്ല വ്യക്തിയാണ്. പക്ഷെ ഇപ്പോൾ ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റാത്ത വിധത്തിൽ ആർക്കും മനസ്സിലാകുന്നില്ല ഇത് എന്താണ് സംഭവിച്ചിരിക്കുന്നത്. ഡോക്ടർമാർക്ക് അസുഖം കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ മരണത്തോട് മല്ലടിക്കുമ്പോൾ ചിലപ്പോൾ ചില സമയത്ത് കള്ളനെ പോലെ ഈശോ കടന്നു വരുമ്പോൾ അവൻ്റെ മുമ്പിൽ സധൈര്യം എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് പറ്റണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ചില മേഖലകളെ നമ്മൾ പരിശോധിക്കാൻ തുടങ്ങണം. 4-ാമത്തെ വചനത്തിൽ കർത്താവ് സാർദീസിലെ സഭയിൽ ചില പ്രത്യേക വിഭാഗങ്ങളെക്കുറിച്ച് പറയുകയാണ്. എന്നാൽ വസ്ത്രങ്ങൾ മലിനമാക്കിയിട്ടില്ലാത്തവരായി കുറേ പേർ സാർദീസിലുണ്ട്. തീത്തീറയിലെ സഭയിൽ വ്യഭിചാരത്തെക്കുറിച്ച് പറയുമ്പോൾ സാർദീസിലെ സഭയിലെ 3-ാമത്തെ അധ്യായം 4-ാമത്തെ വചനത്തിൽ ഈശോ പറയും, കുറേ വിശുദ്ധരായ വ്യക്തികൾ ഇവിടെയുണ്ട്. അവർക്ക് കർത്താവ് എന്തു കൊടുക്കുമെന്ന് പറയുമ്പോൾ വിജയം വരിക്കുന്നവനെ വെള്ള വസ്ത്രം ധരിപ്പിക്കും, ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് അവൻ്റെ നാമം ഞാൻ ഒരിക്കലും മായ്ച്ചു കളയുകയില്ല. പ്രിയപ്പെട്ടവരെ, പാപത്തിൻ്റെ വഴികളെ മനസ്സിലാക്കി ജാഗ്രത പാലിക്കാനുള്ള ഒരു വലിയ ഉപദേശമാണ് ഈശോ സാർദീസിലെ സഭയ്ക്ക് എഴുതുന്ന കത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിക്കുന്ന വഴികളിൽ, ചുറ്റുപാടുകളിൽ, കടന്നു പോകുന്ന വഴികളിൽ പാപത്തിൻ്റെ വഴികളെ തിരിച്ചറിഞ്ഞിട്ട് ജാഗ്രത പാലിക്കണം. കർത്താവിൻ്റെ വഴിയെ നടക്കാൻ ഈശോ നമ്മൾ ആവശ്യപ്പെടുക. അതിനുള്ള ശക്തി ഈശോ നമുക്ക് തരും. കർത്താവിൻ്റെ വഴിയെ നടക്കാൻ പ്രബോധനങ്ങളൊക്കെ കർത്താവ് നമുക്ക് തന്നിട്ടുള്ളത്, അതിനെല്ലാം മുറുകെ പിടിക്കണം. പിന്നെ മറ്റൊരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, മനുഷ്യൻ കാണുന്നതല്ലല്ലോ കർത്താവ് കാണുന്നത്. സാവൂള് രാജാവിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് എല്ലാവരും ഓരോ മക്കളെയും കൊണ്ടുവന്ന് നിർത്തി കഴിയുമ്പോൾ ഇവനാണോ എന്ന് ഓരോരുത്തർ ചോദിക്കുമ്പോൾ വലിയ ഭംഗിയൊന്നുമില്ലാത്ത ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ സാമൂൽ പ്രവാചകൻ ഇങ്ങനെ പറയും, മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, എന്നാൽ കർത്താവാകട്ടെ ആന്തരിക ഭാവത്തിലും. എൻ്റെ ഉള്ളിലേക്ക് നോക്കുന്ന ഒരു വ്യക്തിയുള്ളത് ഈശോയാണ്. ഭാര്യയ്ക്ക് നോക്കാൻ പറ്റില്ല, ഭർത്താവിന് നോക്കാൻ പറ്റില്ല, മക്കൾക്ക് നോക്കാൻ പറ്റില്ല, ഒരു കൗൺസിലേഴ്സിനും നോക്കാൻ പറ്റില്ല. നിൻ്റെ ഉള്ളിൻ്റെ അവസ്ഥകൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഏക വ്യക്തി ഈശോയാണ്. ദിവ്യഗാനത്തിൻ്റെ അടുത്ത് പോയി ഇരിക്കുമ്പോൾ കർത്താവ് നിന്നോട് പറഞ്ഞു തരാൻ തുടങ്ങും നിൻ്റെ ഉള്ളിൻ്റെ അവസ്ഥകൾ. കർത്താവ് നിന്നെ മനസ്സിലാക്കി തരാൻ തുടങ്ങും നിനക്ക് എന്ത് പറ്റുന്നു. ചില വ്യക്തികൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഭയങ്കരമായിട്ട് അഭിനയിച്ച് ഒത്തിരി മുഖസ്തുതികൾ പറയുന്ന വ്യക്തികളുണ്ടാകും. ഈ മുഖസ്തുതി പറയുന്ന വ്യക്തികൾക്ക് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഈ മേഖലകളിൽ കുറവുകളുള്ള വ്യക്തികളെ ഈ സാർദീസിലെ സഭയെപ്പോലെ ഈശോ വരെ കുറ്റപ്പെടുത്തും. ഉള്ളിൽ കുറേ കാര്യങ്ങൾ വെച്ചിട്ട് പുറമേ ചിരിക്കുന്നവർ പിൻകാലുകൊണ്ട് കുതികാല് വെട്ടിയെന്നും ചവിട്ടിയെന്നും വീഴ്ത്തിയെന്നൊക്കെ നമ്മൾ ചിലപ്പോൾ വാക്കുകളിൽ പറയും. അതേ അവസ്ഥയുള്ള വ്യക്തികളോടൊക്കെ ഈശോ പറയുക, നിന്നെ തന്നെ പരിശോധിക്കാൻ ഈശോയ്ക്ക് പറ്റുള്ളൂ. ഈശോയുടെ അടുത്ത് പോയി ഇരിക്കുക, അനുദപിക്കുക, കഴിഞ്ഞു പോയ വഴികളിലേക്ക് തിരിച്ചു വാ. കർത്താവ് നിന്നെ കാണുന്നുണ്ട്. ഒത്തിരി പ്രവർത്തികളുണ്ട്, ഒന്നും ദൈവദൃഷ്ടികൾ നല്ലതല്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടും. വലിയ സോഷ്യൽ വർക്കേഴ്സൊക്കെ ഉണ്ട്, ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കൂട്ടും. പക്ഷേ
ഉള്ളിൻ്റെ ഉള്ളൊരു അവസ്ഥ. ഒരു കുഞ്ഞു കാര്യം ചെയ്താൽ മതി. മഠത്തിൻ്റെ ഉള്ളറകൾക്കുള്ളിൽ 24 വർഷം ജീവിച്ചിട്ട് തൊട്ടടുത്ത് നലക്കിയ സിസ്റ്ററിൻ്റെ തുണിയിലെ ചെളിവെള്ളം തന്നെ ദേഹത്ത് തെറിച്ചപ്പോൾ ഒരു വാക്കുപോലും മിണ്ടാതെ കർത്താവെ 1000 ആത്മാക്കൾ രക്ഷിക്കണമെന്ന് പറഞ്ഞൊരു കൊച്ചു രഹസ്യം നമുക്കുണ്ട്. ഒരു കരികല നിലത്ത് വീണപ്പോൾ ആ കരികല എടുത്തു കളഞ്ഞിട്ട് ഈശോയോട് പറഞ്ഞു, ഈശോയെ 1000 ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ഏറ്റുവിടണേ എന്ന്. ഇത്രയും വലിയ ഒരു കുഞ്ഞു കാര്യം ചെയ്തിട്ട് ഇത്രയും കാര്യം ഈശോയോട് ചോദിച്ചപ്പോൾ അവളുടെ മനസ്സിൻ്റെ ഭാവം ഉണ്ടല്ലോ, ആ വിശുദ്ധി ഈശോ കണ്ടു. അതാ വിശുദ്ധ കൊച്ചുറേസ്യ നമുക്ക് കാണിച്ചു തരുന്നത്. ഈ ഭാവങ്ങളൊക്കെ വായിച്ചു പോകുമ്പോൾ ഉള്ള് വിശുദ്ധമായിരിക്കണം, മനസ്സ് വിശുദ്ധമായിരിക്കണം. അല്ലെങ്കിൽ ദുഷ്ടൻ പന പോലെ വളർന്നു നിൽക്കും. ഞാൻ ആ വഴിക്ക് പോയപ്പോൾ ദുഷ്ടൻ ഇങ്ങനെ തഴച്ച് കൊഴുത്തു നിൽക്കുന്നത് കൊണ്ട് തിരിച്ചു വന്നപ്പോൾ അവനെ കാണാനില്ല. നിലം പരിശാക്കി കളയും. തിന്മകൾ കടിമപ്പെട്ടു പോകുമ്പോൾ, അത്തിവൃക്ഷത്തിൻ്റെ അടുത്ത് കർത്താവ് പഴമന്വേഷിച്ച് പോകുമ്പോൾ ഇലകളിങ്ങനെ തഴച്ചു നിൽക്കുമ്പോൾ ഒരു ഫലവും ഇല്ലാതെ വന്നപ്പോൾ കർത്താവ് അതിനെ ശപിച്ചു. അതുപോലെ ദൈവശാപം നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കണമെങ്കിൽ പൊള്ളയായ ചില കാര്യങ്ങളുടെ മേൽ നമ്മൾ സ്വയം മനസ്സിലാക്കണം. ഈ പൊള്ളത്തരങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ പൊള്ളത്തരങ്ങളെ നമ്മൾ തിരിച്ചറിയണം. ഒന്ന് പൊളിച്ചെഴുതണം എൻ്റെ ജീവിതത്തെ. ആസക്തികളെ കലുഷിതമായ നമ്മുടെ ശരീരത്തിൻ്റെ മേൽ ദൈവശക്തി ഇറങ്ങി പുതിയ മനുഷ്യനായി മാറണം. എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കണം. വിശുദ്ധിക്ക് വേണ്ടി അനുദിനം പരിശ്രമിക്കണം. വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കാനായിട്ട് കർത്താവ് നമ്മൾ ആവശ്യപ്പെടുക. ഹെബ്രായർക്കെഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായത്തിൽ നമ്മളിത് കാണും. വിശുദ്ധിക്ക് വേണ്ടി അനുദിനം പരിശ്രമിക്കണം, മത്സരിക്കണം, വിശുദ്ധമായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ ഉത്സാഹിക്കണം എന്ന കർത്താവ് വചനം പറയുക. ഹെബ്രായർ 12:2 പറയും, നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണത എത്തിക്കുന്നതിനുമായി യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ ഓടാനായിട്ട്. എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കണം. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മൾക്ക് ഒത്തിരി സഹനങ്ങളും സങ്കടങ്ങളും പ്രലോഭനങ്ങളും ഒക്കെ വരും. പക്ഷേ അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഹെബ്രായർ 12:10 വചനം പറയും, ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്നത് നമ്മുടെ നന്മയ്ക്ക്, തൻ്റെ പരിശുദ്ധിയിൽ നാം പങ്കുകാരാകുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ കർത്താവ് ഓരോ സഹനങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുവദിക്കുമ്പോൾ ആ വഴിയിലൂടെ പോയി പിശാച് അന്ധമാക്കി കെട്ടിക്കഴിയുമ്പോൾ ഇതെല്ലാം നല്ലതെന്ന് തോന്നി അങ്ങനെ പോയി കഴിഞ്ഞാൽ ദൈവവഴിയെ ചരിക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല. പഴയ കാലങ്ങൾ ഒന്ന് ഓർക്കണം. പഴയ കാലങ്ങൾ ഓർത്ത് തിരിച്ചു വരണം. പഴയ നല്ലത് ചെയ്ത കുറേ കാലങ്ങളുണ്ട്, അതെല്ലാം ഓർത്ത് എവിടെ നിന്നാണോ നീ വീണു പോയത് അവിടെ നിന്ന് തിരിച്ചെഴുന്നേക്കാൻ പഴയതിലേക്ക് നീ ഒന്ന് പോകണം. ദൈവം നടത്തിയ വഴികളെക്കുറിച്ച് കാണണം, അനുദപിക്കണം. ഈ 2 കാര്യങ്ങൾ. തിന്മ ചെയ്യുന്ന കുറച്ച് പേരെ കർത്താവ് ശ്രദ്ധിക്കും. തിന്മ ചെയ്യുന്നവരെ കർത്താവ് നോക്കുന്നുണ്ട്. അതാണ് അവർ പറഞ്ഞത്. കുറച്ച് പേരുണ്ട്, നന്മ ചെയ്ത കുറേ പേരെ കർത്താവ് കണ്ടെത്തി. വെള്ളവസ്ത്രം മലിനമാക്കാത്ത കുറച്ച് പേരുണ്ട്, എന്നാൽ കുറേ പേര് തിന്മയിൽ അടിമപ്പെട്ടിരിക്കുകയാണ്, വെള്ള പൂശിയിരിക്കുകയാണ്. അവരും വെള്ളവസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ ഉള്ളു മുഴുവൻ ബ്ലാക്കായിപ്പോയി. അങ്ങനൊരു അവസ്ഥ നമുക്കുണ്ടാവരുത്. കർത്താവിൻ്റെ വലിയ കരുണ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം ഈശോയോട്. പൗലോസ്ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 2-3 വചനങ്ങളിൽ ഇങ്ങനെ പറയും, വാസ്തവത്തിൽ ഞങ്ങളിവിടെ നെടുവീർപ്പിടുകയും സ്വർഗീയ വസതി ധരിക്കാൻ വെമ്പൽ കൊള്ളുകയുമാണ്. പൗലോസ്ലീഹ പറയുന്നതാ, ഞങ്ങൾ വസിക്കുന്ന ഭൗതിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിനുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളിവിടെ നെടുവീർപ്പിടുകയും സ്വർഗീയ വസതി ധരിക്കാൻ വെമ്പൽ കൊള്ളുകയുമാണ്. അത് ധരിക്കുമ്പോൾ ഞങ്ങൾ നഗ്നരായി കാണപ്പെടുകയില്ല. ഈ കൂടാരത്തിലായിരിക്കുമ്പോൾ തന്നെയും ഞങ്ങൾ ഉത്കണ്ഠാകുലരായി നെടുവീർപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ പരിശുദ്ധി ധരിക്കണം. ഇതിലെല്ലാം നമ്മളെ ദൈവം പരിശീലിപ്പിക്കുന്നതൊക്കെ പരിശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. ഈ തീർത്ഥയുള്ള സഭയിലെ ജഡികാസക്തിയും 1-ാം പ്രമാണ ലംഘനങ്ങളെയും ഉപേക്ഷിച്ച് മനുഷ്യരുടെ മുമ്പിൽ കപടതയില്ലാത്ത വിശുദ്ധിയുള്ള ജീവിതം നയിക്കുമ്പോൾ കർത്താവിൻ്റെ പരിശുദ്ധി നമ്മളിലുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരിക്കലും നഗ്നരായി കാണപ്പെടുകയില്ല. നമ്മൾ പരിശുദ്ധരായിരിക്കും. തമ്പുരാൻ്റെ സന്നിധിയിൽ നല്ല സ്വർഗീയ മേലങ്കി ധരിച്ചവരായിട്ട് മാറും. അതിനു വേണ്ടിയിട്ട് ഈശോയുടെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ അതിനോട് കൃപ നൽകി നീ എന്നെ അനുഗ്രഹിക്കണം. ഈശോയുടെ മുമ്പിൽ നമുക്ക് കൈകൾ കൂട്ടിപ്പിടിക്കാം, കണ്ണുകൾ അടയ്ക്കാം. നല്ല തമ്പുരാനെ, നീ സാർദീസിലെ സഭയും തീയത്തയിലെ സഭയും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചപ്പോൾ ഈശോയെ, അത് വായിച്ച് ഞങ്ങൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെ കുറവുകൾ ഞങ്ങൾ തിരിച്ചറിയുകയാണ്. പലപ്പോഴും വെള്ളയഴിച്ച കുടിമാടങ്ങളെ പോലെ വിശ്വാസത്തെ മുറുകെ പിടിക്കാൻ പറ്റാതെ മറ്റുള്ളവർ പോകുന്ന വഴിയൊക്കെ പോയി വിശ്വാസം തകർന്നു പോകുന്ന മേഖലകളുണ്ട്. കർത്താവെ, നീ അതെല്ലാം ഏറ്റെടുക്കണം. നീ ഞങ്ങളുടെ കൂടെ വരണം, ഞങ്ങളെ പഠിപ്പിക്കണം. നിൻ്റെ മുമ്പിൽ നഗ്നരായി കാണപ്പെടാതെ പരിശുദ്ധിക്ക് വേണ്ടി വിശുദ്ധിക്ക് വേണ്ടി അനുദിനം ഞങ്ങൾ മുറുകെ പിടിക്കാൻ പരിശീലിക്കാൻ കർത്താവെ ജീവിതത്തിൻ്റെ വഴികളിൽ അതിനുള്ള കൃപയും അഭിഷേകവും ഒക്കെ ഞങ്ങൾക്ക് വെച്ച് തരണം. ഞങ്ങളെ നീ ഏറ്റെടുക്കണം. നിൻ്റെ കൃപ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് നീ പറഞ്ഞതുപോലെ ആ വചനം ഞങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. ഈശോയെ, അന്ധകാലം നിറഞ്ഞ ഈ ലോകത്തിൽ പൈശാചികൾക്ക് അടിമപ്പെടാതെ വിശുദ്ധികൾ ജീവിക്കാൻ
നീ ഞങ്ങളെ പഠിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. ആമേൻ.